ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ റിയൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളത് കണ്ടു മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പ്യുവർ എത്തനോൾ വെച്ചിട്ടുണ്ട്, ഒക്ടൈൻ വെച്ചിട്ടുണ്ട്, പവർ പെട്രോൾ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ E20 മിക്സ് ചെയ്ത പെട്രോളും വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ പമ്പുകളിൽ കിട്ടിയാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. എന്റെ പേര് അനിൽ സിസിന്. ഞങ്ങളൊരു വർക്ക്ഷോപ്പ് ടീം ഗ്രൂപ്പാണ്. പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ നമ്മളുടെ വാഹനങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന കംപ്ലൈന്റുകളെക്കാൾ കൂടുതൽ ഡിഫറെന്റ് ടൈപ്പുകളാണ് ഇപ്പോൾ വരുന്ന കംപ്ലൈന്റുകൾ. ഇപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കൂടുതൽ സമയം ഇതിൻ്റെ അകത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോ നേരത്തെ ഉള്ള വാഹനങ്ങളിൽ ഇൻജക്ടർ, അതായത് കാർബറേറ്റർ ലൈനില് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവുകളും വളരെ മൈന്യൂട്ട് ഗ്യാപ്പുകളിലാണ് ഇതിന്റെ ഈ ഫംഗ്ഷനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1 mm പോലും ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. ഇത് ഹൈ സ്പീഡിലേക്ക് എഞ്ചിൻ റൺ ചെയ്യുന്ന ടൈം വളരെ അടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ എഥനോൾ പെട്രോളിന്റെ അകത്ത് വരുന്ന പ്രോബ്ലം, അതിന്റെ ഉള്ളിൽ കാർബൺ ഡിപ്പോസിറ്റ് കൂടും. അപ്പോൾ എഞ്ചിൻ ചൂടാകുന്ന സമയങ്ങളിൽ പ്രോബ്ലം വരാറില്ല. എഞ്ചിൻ ചൂടായിട്ട് തണുക്കുന്ന സമയം എഞ്ചിനെ പുഷ് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റ് ഉണ്ട്. ആ ക്യാമിൽ നിന്നുള്ള പുഷിങ്ങിൽ വാൽവ് താഴത്തേക്ക് പോകും. പക്ഷെ തിരികെ ഇത് വലിച്ചെടുക്കുന്ന ഒരു സ്പ്രിങ് ആണ്. 2 വാൽവുകളിലും ഉണ്ടാകുന്നത് ഇൻലെറ്റിനും എക്സോസ്റ്റിനും സ്പ്രിങ്ങുകളുണ്ട്, റിട്ടേൺ സ്പ്രിങ്ങുകൾ. ഈ സ്പ്രിങ്ങുകൾ എഫക്ട് ചെയ്യാത്ത രീതിയിൽ വളരെ ഹാർഡായിട്ട് പശ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വാൽവിനെ താഴത്തേക്ക് തള്ളും, തിരികെ വരില്ല. അപ്പോ ഫംഗ്ഷൻ നമ്മൾ എഞ്ചിൻ റൺ ചെയ്യാൻ വേണ്ടി കിക്ക് ചെയ്യുകയോ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അടുത്ത വാൽവ് വന്ന് മറ്റേ തള്ളി നിൽക്കുന്ന വാൽവിലിരിക്കും, എഞ്ചിൻ സ്റ്റക്കാവും. അപ്പോൾ എഞ്ചിൻ അഴിക്കാതെ നിങ്ങൾക്ക് ആ വാഹനം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തരത്തിലേക്ക് എഞ്ചിന് ഈ പ്രോബ്ലം വരുന്നത് ഇതിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഈ കാർബൺ ഡിപ്പോസിറ്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ വീണ്ടും ലെയ്ത്തുകളിൽ കൊണ്ടുപോയി അത് അഴിച്ച് ഇതിന്റെ എല്ലാ ഇൻസൈഡ് ക്ലീൻ ചെയ്ത് വാൽവുകളെല്ലാം പുതിയത് തന്നെ നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ എഞ്ചിൻ സ്റ്റക്ക് ആവാനുള്ള കാരണത്തിന് ഒരു മെയിൻ പോയിന്റ് ആണ് ഈ വാൽവുകളുടെ ഗൈഡിൽ രൂപപ്പെടുന്ന ഈ പശ പോലെ വരുന്നത്. ഇത് മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. അതായത് കാർബറേറ്ററിൽ വരുന്ന കംപ്ലൈൻസ്. ഇതാണ് കാർബറേറ്ററിൽ പെട്രോൾ കിടക്കുന്ന ഭാഗം. ഇവിടെ ഒരു 2 mm തിക്നെസ്സിലെങ്കിലും ജെല്ല് രൂപപ്പെടും. അപ്പോ ഇതിൻ്റെ അകത്ത് എല്ലാം വളരെ മൈന്യൂട്ട് ഹോളുകളാണ്, ഹൈ പൊസിഷൻ ഹോൾസ് ആയിരിക്കും ഇതിൻ്റെ അകത്തെല്ലാം. 1 mm താഴെയുള്ള ഹോളുകളായിരിക്കും ഇതിന്റെ ജെറ്റുകളിലെല്ലാം ഉണ്ടാവുന്നത്. ആ ഹോളുകളിൽ ഈ 2 mm ജെല്ല് രൂപപ്പെട്ടാൽ ഇതിന്റെ ഉള്ളിലുള്ള ഫ്യൂവലിനെ ഒരിക്കലും എഞ്ചിന്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സമയവും കാർബറേറ്ററിൽ ഉള്ളിൽ ഇത് ജെല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈന്റ് ആണ്. ഒരു 4 ലിറ്ററോളം ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ചെളി വെള്ളം പോലെ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അത് എടുത്ത് പുറത്ത് കുറെ സമയം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3/4 ലിറ്റർ വെള്ളം അതിനകത്ത് കിട്ടി. അപ്പോൾ ഈ 3/4 ലിറ്റർ വെള്ളം എങ്ങനെ വന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. പിന്നീടാണ് അതിൽ നിന്ന് മനസ്സിലായത്, പല ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ പേരിൽ, ഈ എഥനോൾ പെട്രോളില് 20% എഥനോൾ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ 50 മില്ലി വെള്ളം പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും കയറിയാൽ നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിനകത്ത് 200 മില്ലി എഥനോൾ ഉണ്ടാവും. ഈ എഥനോൾ ഏതെങ്കിലും ടൈമിൽ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഈ എഥനോളും വെള്ളവും തമ്മിൽ മിക്സ് ആവും. ഫുൾ പെട്രോളും മിക്സ് ആവും. അതിനകത്ത് ഈ 200 മില്ലി എഥനോള് 250 മില്ലി വെള്ളമായിട്ടാണ് മാറുന്നത്. അപ്പോ 50 മില്ലി വെള്ളം ടാങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ 50 മില്ലിയിലേക്ക് 1 ലിറ്റർ പെട്രോളില്ല 200 മില്ലി എഥനോൾ മിക്സ് ആയപ്പോ ഫുൾ വെള്ളമായിട്ടാണ് മാറുന്നത്. അപ്പൊ രണ്ടാമത് നമ്മൾ 1 ലിറ്ററും കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള 200 മില്ലി വെള്ളവും എഥനോളും കൂടി വെള്ളമായിട്ട് മാറി 450 മില്ലി വെള്ളം അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എത്ര പെട്രോൾ കൂടുതൽ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ അകത്തുള്ള എഥനോൾ എല്ലാം വെള്ളമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കംപ്ലൈന്റ്. അതാണ് ഈ 4 ലിറ്റർ പെട്രോളിൽ ഒരു 3/4 ലിറ്ററോളം വെള്ളം രൂപപ്പെട്ടത്. പിന്നെ പുതിയ തരത്തിലുള്ള ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. അത് ഫ്യൂവൽ ലൈൻസിന് വരുന്നുണ്ട്, റബ്ബർ പാർട്സിന് വരുന്നുണ്ട്, പിന്നെ പുതിയ മോഡൽ വണ്ടികൾക്കും കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സിയാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മളോട് സംസാരിച്ച LCC അദ്ദേഹം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് കേട്ടിട്ടുണ്ടാവും. അന്നോ 6 സ്ട്രോക്ക് എഞ്ചിന്റെ പേറ്റന്റ് ഉള്ള ഒരാളാണ്.
ഇതിന് നമുക്ക് വരുന്നത് ഇപ്പോ അനുസരിച്ച് പറഞ്ഞാലും കാർബറ്റിന്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞു. കൂടുതൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് കാർബറ്റിലേക്ക് വരുന്ന ഓസ് എന്തോരം മെൽറ്റ് ആയിട്ടെന്ന് അറിയാൻ പറ്റും. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം അതിൽ കൂടുതൽ നിൽക്കില്ല. അതിനു മുമ്പ് തന്നെ മെൽറ്റായി തുടങ്ങും. സാർ നോക്കുള്ളൂ, ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കാർബറ്റിന്റെ അടി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് പൊടിഞ്ഞു പോകും. ഇപ്പോ ഈ ആഴ്ച മേടിച്ച കാർബറേറ്റർ അടുത്ത ആഴ്ചയും മാറേണ്ടി വരും. അതേപോലെ തന്നെ ഒരുപാട് വർക്കുകൾ തന്നെ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ഒരു ഭാഗം. ഇതെല്ലാം വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ് ആണ്. ഇനി വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് കുറച്ച് കംപ്ലൈന്റുകളുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാ മെക്കാനിക്കുമാരെ കൈകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. മനസ്സാറ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാക്സിമസ് എന്നാണ്. ഞാൻ 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ്. എനിക്ക് കഴിഞ്ഞ 3-4 വർഷമായി ഈ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷമങ്ങൾ ശാരീരികമായിട്ട് ഞാൻ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ E20 മാറിയതിന് ശേഷമാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരു വാഹനം സർവീസിനായിട്ട് തരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വണ്ടിയുടെ ഫൈൻ ട്യൂണിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉപഭോക്താക്കളായ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് സർവീസിന് വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ട്യൂണിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ചാൽ E20 പെട്രോള് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ 2 പേയ്മെന്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആ വർക്കിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതാണ് ഫസ്റ്റ് പേയ്മെന്റ്. രണ്ടാമതാണ് പിന്നെ ക്യാഷ് വരുന്നത്. അപ്പൊ ആ തൃപ്തിയില്ല. ഇപ്പോ കസ്റ്റമറുമായിട്ടുള്ള ഒരു പ്ലഷർ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ മുഖ്യ കാരണം E20 പെട്രോൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആളുകളെ ആരാണോ ഇതിന് തീരുമാനമെടുത്തത് ആ വ്യക്തിക്കെതിരെ പ്രതിഷേധമല്ല, അദ്ദേഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന ഡിസിഷൻ തെറ്റാണ്. ഒരു ബോധവൽക്കരണമാണ്. നമ്മളെ അല്ല, തീരുമാനം ആരാണോ അദ്ദേഹത്തെ. ഇനി എനിക്ക് തോന്നിയൊരു കാര്യം, എന്റെ ഈ കയ്യിൽ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങി. ചൊറിച്ചിലെടുക്കും ഭയങ്കരമായിട്ടും. ചൊറിയുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് അനുഭവപ്പെടുന്നത്. അന്നേരം ആ ഉറക്കത്തിൽ നമ്മൾ ചൊറിയത് ചൊറിയുമ്പോൾ ഇവിടെ ചെറിയ ബബിൾസ് ആയിട്ട് വരും. പിന്നെ അത് പൊട്ടിച്ച് കളയും. പക്ഷെ വീണ്ടും ഇത് 3-4 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് മനസ്സിലായത് പെട്രോളിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റ് ആണ് എനിക്ക് അലർജിക്ക് കാരണമെന്നുള്ളത്. ഞാനപ്പോഴത്തേക്കും ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അറിയാലോ, ഇപ്പൊ ആ റബ്ബറിന്റെ ഓസ് കൊണ്ട് തന്നു അത് മെൽറ്റായി തുടങ്ങി. അപ്പൊ റബ്ബറാണ് ഈ ഗ്ലൗസ് അതിനൊക്കെ മിക്കവും വരണത്. പിന്നെയുള്ള ക്ലോത്ത് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചില വാഹനങ്ങള് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാതെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ എൻജിൻ ട്രബിൾ ആയിട്ട് വരും. അപ്പൊ നമ്മളത് ക്ലീൻ ചെയ്യണത് ഈ പെട്രോൾ എടുത്തിട്ടാണ്. അപ്പൊ ആ സമയത്തെല്ലാം നമ്മുടെ കയ്യിലാവും. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് ശാരീരികമായിട്ടും വളരെയധികം വിഷമങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അത് ആരെങ്കിലും അറിയണ്ടോ? കസ്റ്റമർക്ക് നമ്മളൊരു വാഹനം കൊടുക്കുമ്പോൾ 5000 അല്ലെങ്കിൽ 2500 കിലോമീറ്റർ ഇത്രയും ഒരു ലൈഫ് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത്. ഇത് 200 കിലോമീറ്റർ കഴിയുമ്പോൾ ആ കസ്റ്റമർ നമ്മൾ തിരിച്ചു വിളിക്കുക. താനെന്തിട്ട് അവിടെ വർക്ക് ചെയ്തേക്കണേ, തനിക്കറിയോ? 32 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സർവീസ് കൊടുത്തോണ്ടിരുന്ന ഒരാളെ എന്നോട് ചോദിക്കാണ് തനിക്ക് വല്ലതും അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വിഷമം ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സങ്കടപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നറിയാം. കസ്റ്റമറുമായിട്ടുള്ള ഒരു പ്ലഷർ നഷ്ടപ്പെട്ടു പോയി. അതിനാരും ഉത്തരം തരും? നമുക്കിത് വേണ്ടെന്നല്ല, പക്ഷെ ഇത്ര തിരക്ക് പിടിച്ച് എന്തിനു ഇത് അവതരിപ്പിച്ചു? ക്വസ്റ്റ്യൻ അതാണ്. അത് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ സംസ്ഥാനത്തിന്റെ പല മേഖലയിലുള്ള ആൾക്കാരും സങ്കടത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് ഉത്തരം ആര് തരും? അതുകൊണ്ട് ദയവേത് എനിക്ക് ഇതിന് ഈ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ രാജ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വൈകി ഇത്രയും ഹറിബറിയായിട്ട് എടുത്തൊരു തീരുമാനം അത് വിഡ്രോ ചെയ്യുക. അതിനുശേഷം നിങ്ങളത് ക്രമമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചോ. നമുക്ക് നല്ലതല്ലേ? നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാകുന്നത് ആരെങ്കിലും എതിർക്കുവോ?
അപ്പൊ നമ്മുടെ നാടിന് അഭിവൃദ്ധി ഉണ്ടാകണം, നന്മ ഉണ്ടാകണം. അതിന് നിങ്ങൾ എടുത്ത തീരുമാനത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. പക്ഷേ അത് നോക്കി കണ്ടു വേണം, എന്ത് കാര്യം ചെയ്യുമ്പോഴും നോക്കി കണ്ടു വേണം ചെയ്യാൻ. ഇന്നുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം, എന്നിട്ട് ഞാൻ അത് അവസാനിപ്പിച്ചോളാം. ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാഹനം സർവീസായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ സാറിനോട് അഡ്വാൻസ് തന്നെ പറഞ്ഞു, സാറേ എത്തനോൾ പെട്രോളാണ് കേട്ടോ, അത് ക്ലിയർ ആയിട്ടുള്ള ട്യൂണിങ് കിട്ടത്തില്ല. അപ്പൊ മാക്സിമം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തമാശക്കൊരു കാര്യം പറഞ്ഞു, സാറേ ഒരു 5 ലിറ്റർ പെട്രോൾ സാറ് ടാങ്കിൽ വാങ്ങിക്കുക, അതായത് വണ്ടിയിൽ അടിക്കുക, അത് കൊണ്ടുവന്നിട്ട് ഒരു ക്യാൻ എടുത്ത് അതിനകത്തേക്ക് ഊറ്റിയെടുക്കുക. ശേഷം ഒരു 10 ലിറ്ററിന്റെ ക്യാൻ എടുക്കുക, അതിലേക്ക് 5 ലിറ്റർ പെട്രോൾ ഊറ്റിയെടുത്തിട്ട് അതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് അതിനകത്ത് എത്തനോൾ എത്ര ചേർത്തിട്ടുണ്ടോ അത്രയും കൂടെ ചേർത്തിട്ട് പെട്രോൾ വെള്ളമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ വെള്ളവും പെട്രോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതെ മേലിൽ മാത്രമായിട്ട് പെട്രോൾ നിൽക്കും. ആ പെട്രോൾ നിങ്ങൾ ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തതിന് ശേഷം നിങ്ങളത് വാഹനത്തിൽ ഒഴിച്ചുപയോഗിക്കുക, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ അവർക്ക് ആ കാശ് അവിടെ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കിട്ടും. ആ വെള്ളം ഫിൽട്ടർ ചെയ്താൽ നിങ്ങൾക്ക് പഞ്ചസാര ഉണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞാൽ പറ്റും, അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളുടെ രാജ്യത്തിലെ ഓരോ ജനത്തിനും വിഷമം ഉണ്ടാക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്, ധനനഷ്ടം, ശാരീരികമായിട്ട് അസ്വസ്ഥത ഞങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വിലപ്പെട്ട സമയം, അതിന് വില പറയുകയാണ് അവര്. അത് തെറ്റാണ്. ആ ഒരു ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ കോട്ടയത്ത് വടവാതിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്. ഞാൻ 45 കൊല്ലമായിട്ട് പെട്രോൾ ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നയാളാണ്. ഒരു പെട്രോൾ പമ്പുകാരൻ പെട്രോൾ കൈകാര്യം ചെയ്യുന്നവരല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന പെട്രോൾ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നയാളാണ്. ഇപ്പൊ ഞാൻ 1 കൊല്ലമായിട്ട് സ്കൂട്ടറിന്റെ പരിപാടി നിർത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ആൾക്കാർ കൊണ്ടുവരുന്ന സ്കൂട്ടറിന്റെ പെട്രോൾ ലീക്ക് കണ്ട് മടുത്തു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സാറ് ഞങ്ങൾക്ക് ഈ E20 പെട്രോളിനെ കുറിച്ച് ഒരു ട്രെയിനിങ് നടത്താനായിട്ട് ആലപ്പുഴ വന്നായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ദുരന്തം തന്നെയാണെന്ന്. അപ്പൊ ഈ ദുരന്തം കണ്ട് മടുത്തിട്ട് ഞാൻ എന്റെ നല്ല പ്രസ്ഥാനം ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതി വരെ വന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. കാരണം ഞങ്ങളൊക്കെ ഇതിന്റെ ടെക്നിക്കലി ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് വന്നൊരു അഭിപ്രായം, ഈ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഉള്ളവർ വരാൻ സാധ്യത കുറവാണ്, കാരണം നിങ്ങൾക്കിത് കൂടുതൽ ജോലി കിട്ടുന്നു എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് കയ്യിൽ വന്നു. പക്ഷെ നിങ്ങൾ അതിന്റെ ദുരന്തം മനസ്സിലാക്കി ഇവിടെ വരികയും ഈ ഒരു പോരാട്ടത്തിൽ ഇതിന്റെ സാമൂഹ്യ മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ അഭിനന്ദനീയമായ കാര്യമാണ്. അത് നിങ്ങളുടെ തൊഴിലിനോട് കാണിക്കുന്ന മഹത്വമാണ്. താങ്ക് യു സോ മച്ച്.